തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്നും ഉടൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ച് ബേപ്പൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. അൻവർ കൺവീനറായ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ദേശീയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചായിരുന്നു അൻവറിന്റെ തൃണമൂലിൽ നിന്നുള്ള പടിയിറക്കം. തന്റെ പുതിയ പാർട്ടി മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്വഭാവത്തിലുള്ളതായിരിക്കുമെന്നും പിണറായിസത്തിനും ഫാസിസത്തിനുമെതിരെ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. അതേസമയം അൻവറിനെതിരെ തിരിച്ചടിച്ച് തൃണമൂൽ ദേശീയ നേതൃത്വം രംഗത്തെത്തി. ഇടത് നേതാക്കൾ അടക്കം നിരവധി പേർ തനിക്കൊപ്പം പാർട്ടിയിലെത്തുമെന്ന് അവകാശപ്പെട്ട അൻവർ മമതാ ബാനർജിക്ക് അയച്ച കത്തും തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടു. അവസാനം തൃണമൂലിനോടും പിണങ്ങിയുള്ള അൻവറിന്റെ അടുത്ത പടനീക്കം എങ്ങോട്ടാണ്? വീണ്ടും പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അൻവറിന്റെ ശ്രമം ഫലം കാണുമോ? കാണാം RDX റാം. തൃണമൂൽ കോൺഗ്രസിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ഉടൻ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. കൊച്ചിയിൽ ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് പാർട്ടി വിടുന്ന കാര്യം അൻവർ പ്രഖ്യാപിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്ന സവിശേഷ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്നും തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ മുൻപോട്ട് പോകേണ്ടതില്ല എന്ന പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിച്ചെന്നും PV അൻവർ പറഞ്ഞു. പിണറായി വിജയനെതിരെയും മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയുമുള്ള വിമർശനങ്ങൾ അൻവർ ഇന്നും തുടർന്നു. രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് യോജിക്കുന്നതായിരിക്കും പുതിയ പാർട്ടിയെന്നും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടി ഫാസിസത്തെയും പിണറായിസത്തെയും ഒരുപോലെ എതിർക്കുന്നതായിരിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് PV അൻവർ ഉന്നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഒരു ഘട്ടത്തിലും ലഭിച്ചില്ല. ഒരു ദേശീയ നേതാവിനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലേക്ക് അയച്ചില്ലെന്നും PV അൻവർ ആരോപിച്ചു. RDX റാം ന്യൂസ് മലയാളം. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ പാർട്ടി വിടുന്ന കാര്യം അറിയിച്ചത്. തൃണമൂലിന്റെ ഒരു ദേശീയ നേതാവിനെ പോലും ബേപ്പൂരിൽ പ്രചാരണത്തിൽ അയച്ചില്ലെന്നും കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അൻവർ ആരോപിച്ചു. താൻ പുതിയ മതേതര ജനാധിപത്യ സംസ്ഥാന പാർട്ടി രൂപീകരിക്കുമെന്നും മെയ് പകുതിയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും അൻവർ അറിയിച്ചു. പിണറായിസത്തെയും ഫാസിസത്തെയും ചെറുക്കാൻ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. അൻവറിന്റെ വാക്കുകളിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ UDFുമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു മതിലുണ്ടാക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടണം. ആ നിലക്ക് തന്നെയാണ് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം ഓടിച്ചെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. KSUവിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ഭാരവാഹിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2005 K കരുണാകരൻ രൂപീകരിച്ച DICയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു. കരുണാകരൻ കോൺഗ്രസിലേക്ക് കരുണാകരന്റെ പാർട്ടി രൂപീകരിച്ചപ്പോൾ തിരിച്ചെത്തി. അൻവർ കോൺഗ്രസിനൊപ്പം നിന്നില്ല. 2011 നിയമസഭയിലേക്കും 2014 ലോക്സഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടു. 2016 നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് LDF സ്വതന്ത്രനായി മത്സരിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. 2019 പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. 2021 നിലമ്പൂരിൽ നിന്ന് രണ്ടാമതും ജയിച്ച് MLA ആയി തുടർന്നു. 2024 മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരസ്യമായി രംഗത്ത് വന്ന LDFിനോട് അകന്നു. 2024 ഒക്ടോബറിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. 2025 ജനുവരിയിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് MLA സ്ഥാനം രാജിവെച്ചു. തുടർന്ന് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 3ാം സ്ഥാനത്തെത്തി. 2025 ഡിസംബറിൽ UDF അസോസിയേറ്റ് അംഗത്വം സ്വീകരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുന്നു. ഫലം വരാൻ കാത്തിരിക്കുന്നു. അൻവറിനെതിരെ തൃണമൂൽ രംഗത്തെത്തിയത് കൂടി പറയണമല്ലോ. അൻവർ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നേതാവാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പറഞ്ഞത്. നിരവധി LDF UDF നേതാക്കൾ തൃണമൂലിലേക്ക് വരുമെന്ന് ഉറപ്പു നൽകിയതിൻ്റെ ഭാഗമായി MLAമാർ അടക്കമുള്ളവരുടെ പേരുൾപ്പെടുത്തി കത്തും നൽകി. മമതാ ബാനർജിക്ക് അൻവർ നൽകിയ കത്തും തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടു. പ്രതിഭ, KK രമ തുടങ്ങി 5 MLAമാർ പാർട്ടിയിൽ ചേരുമെന്നാണ് കത്തിലുള്ളത്. G സുധാകരൻ, ഷിബു ബേബി ജോൺ, CK പത്മനാഭൻ തുടങ്ങിയവർ പിന്തുണച്ചു എന്നുമൊക്കെയാണ് ഈ കത്തിലുള്ളത്. സനീഷ, കത്ത് പുറത്തു വന്നതോടെയാണ് ഇത് കൗതുകകരമായ ഒരു തലത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുന്നത് സ്വാഭാവിക അദ്ദേഹം UDFിൻ്റെ ഭാഗമാണ്. തൃണമൂലിന് കോൺഗ്രസുമായി എല്ലാ സമയത്തും സഹകരിച്ച് നിൽക്കുക സാധ്യമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കും അങ്ങനെ മാറിയിട്ടുണ്ടാവുക. എന്താ തോന്നുന്നത്? അല്ല, ഹർഷൻ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹം വിടുന്നു എന്നും പറയുന്ന വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മൾ ആ തൽക്കാലത്തേക്കൊന്ന് ചവിട്ടിയേക്കാനുള്ളൊരു പടി എന്നുള്ള മട്ടിലെ അന്ന് തൃണമൂൽ കോൺഗ്രസിനെ PV അൻവർ ആ കാലത്തും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ കത്ത് വൻ കൗതുകമായില്ലേ? അതായത് ഇപ്പോൾ CPMൻ്റെ MLA ആയിട്ട് നിൽക്കുന്ന പ്രതിഭ എന്തിന്
PV അൻവറിൻ്റെ കൂടെ പോകണം. PV അൻവർ തന്നെ ലോസ്റ്റായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത്. അന്ന് PV അൻവറിൻ്റെ കൂടെ വരും എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റെല്ലാവരും ഏത് പേരുകാരാണ് ജി സുധാകരനൊക്കെ എന്തിനാ ആ ഘട്ടത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകണം? അപ്പോൾ വെറുതെ പേരെഴുതി വെച്ചിരിക്കുകയാണ്. ഈ പേരെഴുതിയിട്ട് അങ്ങോട്ട് കത്ത് കൊടുത്തിരിക്കുകയാണ്. ആ കത്ത് അവരുടെ കൈവശം ഉണ്ടായി. ഷിബു ബേബി ജോൺ എല്ലാവരും, അതായത് അൻവർ BJP-യിൽ നിന്നും പോകും. CK പത്മനാഭൻ. അപ്പോൾ ഒരു കാര്യവും ഇല്ലാത്ത ആളുകളുടെ പേരെഴുതി വെച്ചിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യമില്ല, അതായത് ബിഡൽസ് എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തത് എന്ന കാര്യം സംശയമില്ല. അതിൻ്റെ ഗൗരവം ആ നിലക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ തൃണമൂൽ കോൺഗ്രസ് ആ കത്ത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ആളാണ് ഈ PV അൻവർ എന്ന് പറഞ്ഞത് വസ്തുതാപരമാണ്. അത് ആ ദേശീയ പാർട്ടിക്ക് കാര്യങ്ങൾ വിലയിരുത്താനുള്ള ശേഷി തെളിയിക്കുന്നൊരു കാര്യമായിട്ട് ആ വരി എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിലെ PV അൻവറിനെ കാണുന്ന ആളുകൾ, അദ്ദേഹത്തോട് അനുകൂല നിലപാടെടുക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സ്ഥിരതയില്ല എന്നത്. കാരണം എനിക്ക് നേരിട്ടറിയാം. എൻ്റെ മുന്നിൽ നേരെ മുഖാമുഖം ഇരുന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ എനിക്ക് പിതാവിനെ പോലെയാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് സമാനമായിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ എന്ന്. മാത്രമല്ല വളരെ വൈകാരികമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരാൾ പക്ഷേ പിണറായി വിജയനെതിരെ സംസ്ഥാനത്ത് ഏറ്റവും കടുത്ത അധിക്ഷേപ പദങ്ങൾ പറയുന്ന ആളായിട്ട് മാറി. പിണറായി വിജയൻ്റെ മകന് സമാനമായിട്ടുള്ള ആളാണ് ഞാനെന്ന് പറയുന്ന ആൾ പിണറായി വിജയന് മകന് സമാനമായിട്ടുള്ള മരുമകനെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് മൂടുന്ന ഒരാളായിട്ട് പിന്നീട് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ VD സതീശനെ ഇനി പറയാനൊന്നും ബാക്കിയില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ഇപ്പോഴും അധിക കാലമായിട്ടുള്ള ഒന്നും കൂടി ഓർക്കണം. പക്ഷേ ആ VD സതീശൻ്റെ കൂടെയാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ആ VD സതീശനോട് കോൺഗ്രസിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ പോലും VD സതീശനെ ഭയങ്കര മോശമായിട്ട് അധിക്ഷേപകരമായിട്ടും വിമർശിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ചെറിയ സ്പാനിനകത്താണ്, ടൈം സ്പാനിനകത്താണ്, ഒരു 1.5-2 വർഷത്തിനകത്താണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ഓർക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു യൂട്യൂബറെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം. എന്നിട്ട് ഇപ്പോൾ ആ യൂട്യൂബർ ഇയാൾക്കൊപ്പം ചേർന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയ സ്ഥിരതയില്ല എന്നത് ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് രാഷ്ട്രീയ സ്ഥിരതയില്ല എന്ന് PC ജോർജൊക്കെ തെളിയിച്ച പതിറ്റാണ്ടുകൾ കൊണ്ടാണെങ്കിൽ ഇദ്ദേഹം 2 കൊല്ലം കൊണ്ട് രാഷ്ട്രീയ സ്ഥിരതയില്ല എന്ന് തെളിയിച്ചു. അത് ആ നിലക്ക് ഇപ്പോൾ അതോട് ചേർത്ത് വെച്ച് നോക്കിയാൽ ഹർഷ, നമ്മൾ ഇദ്ദേഹത്തെ, ഞാൻ PV അൻവറിനെ എപ്പോഴും കാണുമ്പോൾ PV അൻവർ ഇപ്പോൾ എന്താണ്, പിണറായി വിജയൻ്റെ അതിനിശ്ചിതനായിട്ടുള്ള വിമർശകനാണ്, മുഹമ്മദ് റിയാസിൻ്റെ അതിശക്തനായിട്ടുള്ള വിമർശകനാണല്ലേ. ഒരു കാര്യമില്ലാതെ റിയാസിനെ വിമർശിക്കും, വല്ലാതെ ഇങ്ങനെ മരുമോനിസം, പിണറായിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവിടെ പോയിട്ട് മത്സരിച്ചിരിക്കുകയാണ്, അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള മത്സരമാണ് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മയുടെ വലുപ്പവും അതിൻ്റെ പ്രത്യക്ഷ ഭാവവും ഒക്കെ കണ്ടിട്ടുള്ള കേരള ജനത ഒരുപക്ഷെ നാളെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന റിയാസിനോടൊപ്പം അദ്ദേഹം ചേരില്ല എന്ന് ആര് കണ്ടു? നമ്മളിപ്പോൾ ശരിയാണല്ലോ, PV അൻവർ മുഹമ്മദ് റിയാസിനെ വിമർശിക്കുന്നു, വല്ലാത്ത വിമർശകനാണ്, റിയാസിനെ വല്ലാതെ വിമർശിക്കുന്നല്ലോ ഇദ്ദേഹം എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസിൻ്റെ ശത്രു എന്ന നിലക്കാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നതെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ 1.5 കൊല്ലം കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്ന് ഇദ്ദേഹം പറയില്ല എന്ന് ആര് കണ്ടു? കാരണം അദ്ദേഹം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്ഥിരത അങ്ങനെയാണ്. ഹർഷന് ഓർമ്മയുണ്ടോ, VD സതീശൻ ഇദ്ദേഹത്താൽ വിമർശിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ VD സതീശനൊപ്പം അദ്ദേഹം നടക്കുമെന്നില്ലല്ലോ. ഇപ്പോൾ സംഭവിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിണറായി വിജയനെ പറ്റി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന PV അൻവർ അദ്ദേഹത്തെ ഇമാതിരി എതിർക്കുമെന്ന്. അതേ അവിശ്വാസമല്ലേ നമുക്ക് ഇപ്പോഴും ഉണ്ടാകും. മുഹമ്മദ് റിയാസിനെ ഇദ്ദേഹം വിമർശിക്കുന്നു, നാളെ മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും വലിയ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ ആരുണ്ടാ എന്ന് പറയുന്നൊരു നേതാവായിട്ട് ഇദ്ദേഹത്തെ കാണില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മ എന്നത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പക്ഷേ അപ്പോഴും എനിക്ക് PV അൻവറിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തിനാണ് പിണറായി വിജയൻ അദ്ദേഹത്തോട് അത്രമാത്രം ആഭിമുഖ്യം കാണിച്ച PV അൻവറിനെ ഇങ്ങനെ തള്ളിക്കളഞ്ഞത് എന്നത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ടില്ല. അതുകൊണ്ട് ഇത് PV അൻവറിൻ്റെ കുഴപ്പമാണ് ഈ ചെന്ന് വലിയ കുഴപ്പവും രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരാളായിട്ട് മാറിയത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ട് ചിലപ്പോൾ വന്നു പോയതായിരിക്കാം. പക്ഷേ എന്തായാലും തൃണമൂൽ കോൺഗ്രസ്സിന് അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിനെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന കാര്യം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കത്തിങ്ങോട്ട് പുറത്തു വിട്ടത് വലിയ തമാശയായിട്ട് തോന്നുകയാണ്. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന സംസ്ഥാന പാർട്ടിയിൽ ഇനി ആരൊക്കെ ഉണ്ടാകും? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആദ്യം തൃണമൂൽ കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ ഇദ്ദേഹത്തെ വിട്ടുപോവുകയാണ് ചെയ്തത്. ആദ്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, അവർ വിട്ടേച്ച് പോയി. ചില ആളുകൾ പിന്നീട് വന്ന ആളുകൾ ഇട്ടേച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പദവിയുള്ള അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്നത് എന്താണ് കോൺഗ്രസിലോ ലീഗിലോ ചേർന്നാൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഒരുപക്ഷെ ആളുകൾ സമ്മതിക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ അതല്ലായിരുന്നോ നല്ലത് അദ്ദേഹത്തിന് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്ക് കാണാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ, അതായത് കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ട്, മഞ്ഞക്കടമ്പനെ പോലെ ഒക്കെ കുറച്ച് നേതാക്കന്മാരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. അതെ, പക്ഷേ അവരെയൊന്നും നോക്കിയിട്ടല്ല
PV അൻവർ ഒരു കാര്യം തീരുമാനിക്കുക, അത് ഒറ്റയാനായി പോകുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി, സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. ഒരു നേതാവിന് പ്രധാനമായും വേണ്ട കഴിവുകളിൽ ഒന്നാണല്ലോ അത്. അവരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്ന നേതാവാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വതന്ത്രനായി നിൽക്കുമ്പോഴും വിജയിക്കില്ല എന്നുറപ്പുള്ള PV അൻവറിന് ഇത്രയും വോട്ട് കൊടുക്കാൻ നാട്ടുകാർ തയ്യാറാവുന്നത്. അപ്പോൾ ആ അവസ്ഥയൊക്കെ അദ്ദേഹത്തിനുണ്ട്, ആ ഒരു കരിസ്മയൊക്കെ ഉണ്ട്. അക്കാര്യത്തിലൊക്കെ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയത് ഈ സനീഷ് പറഞ്ഞ ആ സംശയം എന്തിനു തള്ളിക്കളഞ്ഞു എന്നുള്ള സംശയത്തിന് എനിക്ക് തോന്നുന്ന ഉത്തരം നേരത്തെ പറഞ്ഞ യൂട്യൂബറുമായിട്ട് തുടർച്ചയായി വ്യക്തിപരമായി തന്നെ ഈ പിന്നീട് PV അൻവർ പറഞ്ഞ പല പ്രയോഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തരം പിണറായി വിജയനെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ടിരുന്നതാണ് ഈ യൂട്യൂബർ. ആ യൂട്യൂബറെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന മട്ടിൽ ചാടി ഇറങ്ങിയ ഒരാളാണ് PV അൻവർ. അന്ന് പൊതുവെ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതിരോധമൊന്നും ആ നിലയ്ക്ക് യൂട്യൂബറുടെ ഈ അഭ്യാസ പ്രകടനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതിനെതിരെ അയാൾ വല്ലാത്ത വർഗീയ പ്രചാരണവും നടത്തിയിരുന്നു കേട്ടോ. വർഗീയമായി കേരളീയ സമൂഹത്തെ രണ്ടായി പിളർത്തുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തി വിജയിച്ച ഒരാളാണ് ഈ യൂട്യൂബർ. അപ്പോൾ അയാൾക്കെതിരെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ബാധ്യതയാണെന്ന് ആ സമയത്ത് അൻവർ കരുതിയിട്ടുണ്ട്. പക്ഷേ ആ പോരാട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഒപ്പമധികം ആളുകൾ ഇല്ല എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ ആ യൂട്യൂബറെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ള തോന്നൽ, ആ കാര്യത്തിൽ എന്താണ് ADGP സർക്കാരിനെ പോലും മറികടന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ADGP ഉണ്ടെന്ന് ഉള്ള തോന്നൽ, ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സ്വർണ്ണവേട്ട, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ആ കൂട്ടപ്പൊരിച്ചിലിൽ അൻവർ പെട്ടുപോയി. അൻവറിനെ തള്ളിക്കളയുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയെയും കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട്. കാരണം അൻവർ ഇങ്ങനെ ഓരോരുത്തരെ പിടിക്കുകയാണ്. അതായത് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ ദിവസവും രാവിലെ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് ഒരൊറ്റ ദിവസം മുഖ്യമന്ത്രിക്ക് ഒരു ദിവസമേ വേണ്ടി വന്നുള്ളൂ ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ പുറത്ത് കളഞ്ഞതാണ് യഥാർത്ഥത്തിൽ. രാഷ്ട്രീയ സ്ഥിരത ഇല്ല എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു തർക്കവും ഇല്ല. വളരെ പരിമിതമായ കാലയളവ് കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല എങ്ങോട്ട് പോകണം, അതായത് അത് ഈ പിണറായിസം മരുമോനിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഒരു വിശാലമായ ചിന്തയോ അതല്ലെങ്കിൽ സൂക്ഷ്മമായ ഒരു പ്രത്യയശാസ്ത്ര ദൃഢതയോ ഒന്നുമില്ലാത്ത ഒരു ഓളപ്പരപ്പിലെ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് അൻവറിൻ്റെ പോക്ക്. അതുകൊണ്ടാണ് ഈ ഇത്തരം ചില ഡയലോഗുകൾ പ്രത്യയശാസ്ത്രമാക്കി, ഇത്തരം ചില പ്രയോഗങ്ങൾ പ്രത്യയശാസ്ത്രമാക്കി പോരാടാൻ വേണ്ടിയിട്ട് അൻവറിന് ഇറങ്ങേണ്ടി വരുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കണമെന്നറിയില്ല. ചെല്ലുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും കഴഞ്ചു ബന്ധം വേണ്ടേ? DMK എന്നുള്ള പാർട്ടിക്ക് അദ്ദേഹം പുതിയ പേരൊക്കെ ഇട്ടെങ്കിലും അതിന് മുമ്പ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് തമിഴ്നാട്ടിലെ DMK തന്നെയാണ്. ആ DMKയുടെ ഭാഗമാകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം കറുപ്പും ചുവപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നത് ആ സമയത്ത്. അത് പക്ഷേ ക്ലച്ച് പിടിച്ചില്ല. ഇവിടുത്തെ DMK പറഞ്ഞ് ഞങ്ങൾക്ക് ബന്ധമൊന്നും ഇല്ല എന്ന് DMK വ്യക്തമാക്കി. ഇപ്പോൾ ഈ തൃണമൂൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കത്ത്, ഇതുപോലെ DMKയുടെ കയ്യിൽ വല്ല കത്തും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണണം. കാരണം DMK എന്താണ്? DMK ഇങ്ങനെ ആർക്കെങ്കിലും പോയി വെറുതെ ഓടിപ്പോയി കയറാവുന്ന പ്രസ്ഥാനമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഇല്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു പ്രത്യയശാസ്ത്ര ഘടനയുണ്ട്. ആ പാർട്ടിയാണ് അതിന് ഇപ്പോൾ കേരളത്തിലൊരു CPIM ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ ഒരു സെമി കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി കൂടിയാണ് ഈ DMK. അവരുടെ പാട്ട് ഇന്നലെ പാട്ട് കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് താടിക്കിളവൻ ബ്ലഡാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ പാർട്ടിയെ അവതരിപ്പിക്കുന്നത്, അവരുടെ പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത്. അതെന്താണ് എന്നുള്ളത് പഠിച്ചിട്ട് ആണോ അൻവർ അവിടെ പോയിട്ട് DMK ഉണ്ടാക്കാൻ പോയത്? അല്ല, അപ്പോഴത്തെ തൽക്കാലത്തെ ഒരു നിലനിൽപ്പിനുള്ള ഒരു അഭ്യാസം, ആ നിലയ്ക്കാണ് അൻവർ അവിടെ പോയത്. തൃണമൂലിൽ പോയതും അങ്ങനെ തന്നെയാണ്. തൃണമൂലിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എൻ്റെ ഇപ്പോഴത്തെ ഇത് എങ്ങനെ കൈച്ചലാക്കാം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇനിയും പുതിയ അഭ്യാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറെ കൗതുകം നിറഞ്ഞാണ് PV അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതം. മമ്പാട് MES കോളേജിൽ KSUവിൻ്റെ പാനലിൽ നിന്ന് ജയിച്ച് കോളേജ് ചെയർമാനായ അൻവർ പിൽക്കാലത്ത് സഞ്ചരിച്ചത് വ്യത്യസ്തങ്ങളായ വഴികളിലൂടെയാണ്. കോൺഗ്രസിലെത്തിയ ശേഷം K കരുണാകരനൊപ്പം DICയിലും അതിനുശേഷം ഇടതുപക്ഷത്തിനൊപ്പവും അവിടെ നിന്ന് ഇടഞ്ഞ് സ്വന്തമായി DMK എന്ന പാർട്ടിയിലേക്കും അൻവർ എത്തിയത് കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ സംഭവവികാസങ്ങൾ തന്നെയായിരുന്നു. ഇതിൽ CPIMനെതിരെ പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെയും കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ അൻവറിൻ്റെ പ്രതികരണങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. CPIMനെ ബംഗാളിൽ തറപറ്റിച്ച തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് കേരളത്തിലും അത് ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലിലേക്ക് അൻവർ എത്തുന്നതും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ താൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല
കഴിയില്ല എന്ന് വേണം 1.5 വർഷത്തിന് ശേഷമുള്ള അൻവറിൻ്റെ തൃണമൂലിൽ നിന്നുള്ള പടിയിറക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. വീണ്ടും മറ്റൊരു പാർട്ടി രൂപീകരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് അൻവർ ലക്ഷ്യമെക്കുന്നതെന്ന് വ്യക്തം. എന്നാൽ അൻവർ ഒരു രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നേതാവാണ് എന്ന ആരോപണങ്ങൾക്കും ഇതോടെ ശക്തി പകരുകയാണ്. അടുത്ത വിഷയത്തിലേക്ക്